ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കൂവപ്പൊടി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെയും ഉണ്ടാക്കി കഴിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമല്ല. പിന്നെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു തേങ്ങയുടെ പാലാണ്, ഒരു 2-3 ഗ്ലാസ്. പിന്നെ പഞ്ചസാര. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കസ്കസാണ്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഐറ്റം പറഞ്ഞാൽ നമ്മുടെ കൂവപ്പൊടിയാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഇളനീരാണ് കേട്ടോ. അപ്പോൾ ഒരു ഇളനീരേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കസ്കസ് ഒന്ന് കുതിർത്താൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ചാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അത് കുതിർന്ന് പൊന്തി വരും. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കൂവപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് കൂവപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ സ്പൂണിൽ 1.5 സ്പൂണ് കൂവപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ എപ്പോഴും ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിരിക്കണം. ഒരിക്കലും നമ്മൾ വേഗം ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഈ നേരത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലോ കുറവോ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ കൂവപ്പൊടിയുടെ ജ്യൂസ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കാറ് നോമ്പിൻ്റെ ടൈമിലൊക്കെയാണ് കേട്ടോ. നോമ്പിന് നമ്മൾ അധികം വെള്ളമൊന്നും കുടിക്കാറില്ലല്ലോ പകൽ ടൈമിലൊന്നും. അപ്പം അങ്ങനെ വരുമ്പോൾ യൂറിൻ ഇൻഫെക്ഷനൊക്കെ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ കൂവ കുറുക്കി കുടിക്കുന്നത് നല്ലതാണെന്നാണ് ഇവിടെ ഉമ്മയൊക്കെ പറയാറ്. അപ്പോൾ അങ്ങനെ കുടിക്കാൻ ആർക്കും അധികം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ജ്യൂസൊക്കെ ആകുമ്പോൾ കുട്ടികൾ പോലും ഭയങ്കര ഇൻട്രസ്റ്റോടെ കുടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ജ്യൂസ് തന്നെ ഉണ്ടാക്കാറുള്ളത്. ഭയങ്കര ഹെൽത്തിയാണ്, ടേസ്റ്റുമാണ്. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് പിന്നെ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇളനീരാണ്. അപ്പോൾ ആ ഇളനീര് ഞാൻ വെട്ടിയെടുത്ത വെള്ളവും കഴമ്പും എല്ലാം കൂടെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഇളനീര് മുഴുവനും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഞാനതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇളനീര് ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കൂവപ്പൊടിയുടെ കുറുക്കി വെച്ചതില്ലേ, അത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ലാസ്റ്റ് ടൈം ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ നമ്മുടെ ജ്യൂസ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ജ്യൂസ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ കസ്കസ് ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.